ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ചാലഞ്ച് വീഡിയോ ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മൾ ഇതുവരെയായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയിട്ട് ചാലഞ്ച് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ചാലഞ്ച് ചെയ്യാൻ വിചാരിച്ചു. വേറെ ഒന്നല്ല, എൻ്റെ മേക്കപ്പ് ഇവർ ചെയ്യുന്ന ഒരു വീഡിയോ ആട്ടോ ഉദ്ദേശിക്കുന്നത്. അതായത് മോനൂസിൻ്റെ മോനൂസ് അടിഞ്ഞിട്ട്. അപ്പം വീഡിയോ എന്താവോ എന്തോന്നും എനിക്കറിയില്ല. ഞാൻ സുന്ദരിയാവോ അല്ലെങ്കിൽ കാട്ടാളത്തിയാവോ എന്നൊന്നും അറിയില്ല. അപ്പം എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ള് അപ്പൊ എന്തായാലും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്റെ മേക്കപ്പ് ചെയ്യാൻ പോകുന്ന ആള് മോനൂസ് ആണ് കേട്ടോ. അപ്പൊ അവനെ കണ്ണ് കെട്ടിയിട്ടാട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ബ്ലൈൻഡ് മേക്കപ്പ് ചാലഞ്ച് ആട്ടോ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവന്റെ കണ്ണ് കെട്ടാൻ പോവാണ്. അപ്പൊ മോനൂസിന്റെ അസിസ്റ്റന്റ് ആണ് കേട്ടോ ചൂസും ഇന്നൂസും ഒക്കെ. അപ്പൊ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാല് അവരടുത്ത് ഇവിടെ ബ്രഷസ് ഒക്കെ ഇവിടെ മേക്കപ്പ് ചെയ്യണേ. അപ്പൊ ബ്രഷും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ മേക്കപ്പ് ചെയ്യാനുള്ള ഓനല്ല എന്റെ കൈമന്ന് വീണതാ. അങ്ങോട്ട് വാ. പറ്റില്ല. ആരോ മുട്ടി പോലെ തോന്നിയില്ലേ? അപ്പൊ ബ്രഷ് ജസ്റ്റ് ഒന്ന് നിലത്ത് വീണു കേട്ടോ. അതുപോലെ തന്നെ നമ്മളിതാ മേക്കപ്പ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെ ഇടണം, എന്റെ മുഖത്ത് എവിടെ ഇടണം എന്ന് തീരുമാനിക്കേണ്ടത് മോനൂസ് ആട്ടോ. സാധാരണ ഞാൻ മേക്കപ്പ് ഇടുമ്പോൾ അവന് കാണാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ പുറത്ത് പോകുമ്പോൾ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവൻ കാണാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട് എന്താ ചെയ്യുന്നത് എന്നൊക്കെ. അപ്പം അവന് അതിനെപ്പറ്റി ചെറിയൊരു ധാരണ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ഈ മേക്കപ്പിനൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് പെൺകുട്ടിയെ കാണല്ലോ. അപ്പൊ അവർക്കാണ് ലിപ്സ്റ്റിക് എങ്ങനെ ഇടേണ്ടത് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എങ്ങനെ ഇടേണ്ടത് എന്നൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാല് പെൺകുട്ടികൾക്ക് സാധാരണ പൊതുവേ പെൺകുട്ടികൾക്കല്ലേ ഇൻട്രസ്റ്റ് ഉണ്ടാവല്. പൊതുവേ പെൺകുട്ടികൾക്ക് ഇങ്ങനെ പെൺകുട്ടികൾ അമ്മമാര് ഇടുന്നൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്നൊക്കെ കാണാം. പെൺകുട്ടികൾക്കാണ് കൂടുതൽ അതിനെ പറ്റിയുള്ള ഇൻട്രസ്റ്റ്. പക്ഷെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആൺകുട്ടികളും അങ്ങനത്തെയുള്ള മേക്കപ്പ് ചാലഞ്ചും പിന്നെ അതുപോലെ ആൺകുട്ടികൾ അങ്ങനെയുള്ള കണ്ടന്റ് ഒക്കെ ചെയ്യുന്നതൊക്കെ കാണാം. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാണ്. അതൊന്ന് ഇതാക്കി ഇടയ്ക്കൊരു കോള് വരുന്നുട്ടോ. അപ്പോ ഈ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ അധികം ആണുങ്ങൾ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ നമ്മള്. അതാണ് കേട്ടോ പറയുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ, ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. ഇടയ്ക്ക് എന്റെ ലിപ്സ്റ്റിക് ഒക്കെ എടുത്തിടുന്ന ആളാണ്. ന്യൂസ് ഉണ്ടില്ല. അപ്പൊ വേറെ ഒന്നല്ല, ഓന് ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് ഇങ്ങനെ ലിപ്സ്റ്റിക് ഒക്കെ ഇങ്ങനെ എടുത്തിടും കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം ഓന് എത്രത്തോളം ഇവിടെ നോക്കുമോ സാർ. അപ്പൊ നമുക്ക് നോക്കാം മോനൂസ് ഈ ഒരു ചാലഞ്ചിൽ ജയിക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം കേട്ടോ. അല്ലെങ്കിൽ തോറ്റ് തുന്നം പാളോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടറിയാം. അസിസ്റ്റന്റ് ഇട്ടുണ്ടോ മോനൂസിന്. ഈ അസിസ്റ്റന്റ് എന്താ ചെയ്യുന്നത്, ഓരോ സംഭവങ്ങൾ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കും. ഒരാള് ബ്രഷും കാര്യങ്ങളൊക്കെ എനിക്ക് എടുത്തു കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കാരണം ഇവരൊരു മൂഡ് എന്ന് പറയുന്നത് ചില നേരം നല്ല റെഡിക്കൊക്കെ ആൾക്കാർ നിന്നൊരു വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിലൊക്കെ വരും കേട്ടോ. പെട്ടെന്ന് വെച്ചിട്ട് മൂഡും മാറും. ഈ പറയുന്ന ആളത് വരും കേട്ടോ. ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി വാ മോനൂസ് നമുക്കൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ സമയത്ത് ചില നേരം അധികം എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതിനുവേണ്ടി ചില നേരത്ത് ഇങ്ങോട്ട് വന്ന് പറയുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാന്ന് പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് ടൈം ഉണ്ടാവില്ല. അതുകൊണ്ട് വീഡിയോ നമ്മൾ ലെങ്ത് ആക്കുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ചാലഞ്ചിലേക്ക് ഫസ്റ്റ് നമുക്ക് മോനൂസിന്റെ കണ്ണൊന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പൊ ബ്ലൈൻഡ് മേക്കപ്പ് ചാലഞ്ച് അല്ലേ ചെയ്യുന്നത്. അപ്പൊ മോനൂസ് കണ്ണ് കാണാണ്ട് വേണം നമുക്ക് മേക്കപ്പ് ചെയ്ത് തരാൻ കേട്ടോ. മോനൂസ് കാണുന്നുണ്ടോ എന്തെങ്കിലും? ഇതെത്ര കാണുന്നുണ്ടപ്പോ? ഇതെങ്ങനെ കഴിച്ചു ശ്വാസം കിട്ടും. മാറി കൊടുക്കും മോനെ. അമ്മനെ മടിയില്ല എന്നാലേ ബ്രഷ് എടുത്തെടുക്കാൻ പറ്റുള്ളൂ. ക്യാമറ തള്ളിടല്ലേ. കിടക്ക്
ഓൻ കെട്ടി കൊടുത്തിട്ട് ഓൻ പറയാൻ കേട്ടോ, ഓന് ചില സമയത്ത് ലൂസായി പോകുന്നുണ്ട് കാണുന്നുണ്ട്. അപ്പോൾ ഓൻ പറഞ്ഞിട്ട് തന്നെ ഞാനത് അയച്ചു കൊടുത്തിട്ട് പിന്നെയും കെട്ടി കൊടുക്കാം കേട്ടോ. എന്ത് ഒരു തേങ്ങ കണ്ടിക്ക് രണ്ടു നേരം മാത്രം ചിരിക്കൊന്നും വേണ്ട. ഇതെത്ര അതോ? ഓക്കെ 1 2 3 1 2 ആ 2 നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫേസിലേക്കുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മോനസ് ജസ്റ്റ് തൊട്ട് നോക്കൂട്ടോ ഏതാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ ഫസ്റ്റ് എന്താ ഇടേണ്ടത് എന്നുള്ളതൊക്കെ തൊട്ട് നോക്ക്. ഫസ്റ്റ് ഓന് എടുത്തത് ഈ ഒരു സംഭവം കേട്ടോ, മോയ്സ്ചറൈസർ. അപ്പൊ ഫസ്റ്റ് തന്നെ ആള് മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഡൗട്ട് ഉണ്ടാവും ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോന്ന്. അല്ല കേട്ടോ, ഓന് നേരത്തെ ഞാനിങ്ങനെ ഈ ഒരു സംഭവം പറഞ്ഞത് തന്നെ ഇങ്ങനെ ഒരു ചാലഞ്ച് ചെയ്യാന്ന് പറഞ്ഞത് തന്നെ ഞാൻ 2-3 വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് ആൾക്ക്. അപ്പൊ തന്നെ ഓന് മനസ്സിലിങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാന്ന്. അപ്പൊ ആളെന്താക്കി, പൊതുവേ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ അറിയാം. ഓൻ ആദ്യം ഇങ്ങനെ ഞാൻ ചെയ്യുന്നതൊക്കെ കാണലുണ്ട്. അപ്പൊ അതിന്റെ കൂടെ മൂപ്പർ എന്താക്കി വെച്ചാല് ഇതൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടു. അപ്പൊ ആൾ ആദ്യമേ മനസ്സിലാക്കി വെച്ച് ഈ ഒരു സംഭവം എടുക്കേണ്ടത്. അങ്ങനെ മൂപ്പര് നോക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആള് ക്ഷീണിച്ചു കേട്ടോ. ക്ഷീണിച്ച് കണ്ണ് കിട്ടിയപ്പോ അവിടെ പോയി ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇന്നോസ് തൊട്ടൊക്കെ നോക്കി. ഇന്നോസ് തൊട്ടുണ്ടല്ലോ, അവിടെ ലിപ്സ്റ്റിക് ഇട്ടതിന് കുറവായി പോയി. ഇന്നോസ് ലിപ്സ്റ്റിക് ഇട്ടത് ഓന്റെ മുഖം നോക്കടാ, കാണിച്ചെടുക്ക്. ഒരാളിവിടെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടൊക്കെ ഓ ലിപ്സ്റ്റിക് ഇടാൻ ചെയ്തിട്ട് മോനസിന് ലിപ്സ്റ്റിക് ഇട്ടെടുക്കാൻ പോയതാ. അന്ന് കൊണ്ടാ ഇന്നത്തെ ലിപ്സ്റ്റിക് ഇട്ടില്ലേ? ഇനി ഇത് പൂട്ട് ഇത് പൂട്ടിട് ഇങ്ങനെ പൂട്ടിടേ. ഞമ്മക്ക് ഇട്ട് കിട്ട കാക്ക. ഓറാഴ്ച ഒന്നും പറയാനും പറ്റൂല. പറഞ്ഞാൽ ആളിപ്പോ ഇവിടെ കഴിച്ചിട്ടുടങ്ങും, പിന്നെ വീഡിയോ എടുക്കലൊന്നും തുടങ്ങൂല. അതുകൊണ്ട് ഒരാളിവിടെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് ഫുള്ള് കൊളാക്കി വെച്ചിട്ട് കേട്ടോ മുഖം. കാരണം ഇതൊന്നും അറിയാണ്ട് ഇത് മനസ്സിലാവേണ്ട ലിപ്സ്റ്റിക് ഇടേണ്ടതാന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇടണത് ഇവര് കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ കറക്റ്റ് അറിയാം എന്ത് സാധനം എവിടെ ഇടണം എന്നുള്ളത്. കണ്ടോ ഇട്ടത് ലിപ്സ്റ്റിക് ഫുള്ളും. ഷോൾ ഇങ്ങനെ ഒരു ഒലിഞ്ഞു പോകുന്ന സൈസ് ഷോളായതുകൊണ്ടിട്ട് അങ്ങനെ നിൽക്കുന്നില്ല കേട്ടോ മുഖത്ത്. അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ച് വേറൊരു ഷോള് കെട്ടിക്കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഒരു കോട്ടൺ ടൈപ്പ് ഷോള് എടുത്തിട്ടുണ്ട് കേട്ടോ. മനസ്സിൽ കണ്ണ് മൂടി എന്ത് കളിക്കുക കളി കാണിച്ചോട്ടെ. കാണില്ല
കണ്ണ് റെഡിയാക്കാൻ പോവാണ്. ഇപ്പൊ എന്താവും എന്തോന്നും അറിയില്ല. ഒരാള് ഒരു കണ്ണിലും ഒരാള് വേറൊരു കണ്ണിലും കൂടി ഐഷാഡോ ഇടാൻ പോവാണ് കേട്ടോ. കണ്ടറിയാം ഏത് കളറാ സ്ഥലത്താണ് ചൂസ് ചെയ്ത് കളറാ. രണ്ടാളും നല്ല തകർത്തിന്റെ കണ്ണൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കെന്താ ഇത് കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ ഐബ്രോ വരക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഒരു 2 ഐബ്രോ വരക്കണ്ടേ? Wow, beautiful. പിന്നല്ലാണ്ട് അടിപൊളിയായിട്ട് ഇച്ചസ് വരച്ചില്ലേ? ഹായ് ഇച്ചസ് അടിപൊളിയായി വരച്ചില്ലേ? നല്ല റെഡി റെഡിക്ക്
പിന്നെ ബെറ്റർ ആക്കാൻ നോക്കാം കേട്ടോ. കഴിഞ്ഞോ? അത് കഴിഞ്ഞ് ഇനി ബെച്ചോസ് പിരിക്ക വരച്ചല്ലേ? മസ്കാര എടുക്ക. മസ്കാര കരുതല്ലേ? ഇത് എവിടെ ഇടുക? പീലിമലോ? അല്ല, ആ തൂവൽമലി. തൂവലോ? കൺപീലില്ലേ? അത് കാഴ്ചില്ല. ഫോട്ടോ നിന്നിട്ടുണ്ടേ കാണണ്ടേ ക്യാമറയില്. കണ്ണടേ ഐ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് അടുത്തതിന് ലിപ്സ്റ്റിക് ആണ്. അപ്പൊ ലിപ്സ്റ്റിക്കിൽ ഇതിൽ ഏത് ഷെയ്ഡ് വേണമെന്നുള്ളത് മോനസിന്റെ ബ്ലൈൻഡ് മേക്കപ്പ് ചാനൽ. പക്ഷെ എന്തെയാണ് ഇടണമെന്നൊക്കെ കറക്റ്റ് അറിയാം. നോക്കണോ കൊടുത്തോ? മതി മതി മതി. ശരിക്കും എന്താ എക്സ്പ്രഷനാ വരുന്നത്? ഫൈനലായിട്ട് ഇനി മേക്കപ്പ് ഫിക്സഡ് സ്പ്രേയും കൂടി സ്പ്രേ ചെയ്യണം കേട്ടോ. അപ്പൊ അതും കൂടി ശരിയാക്കി തരും. ഇടക്ക് അടിക്കണം. എന്റെ മുഖത്തേക്കല്ല, എന്റെ മുഖത്തേക്ക്. മതി മതി. അടക്കർക്ക് മോനോസ് മേക്കപ്പ് ചെയ്തത് മോനസിന് ഞാൻ കാണിച്ചു കൊടുക്കാൻ പോവാട്ടോ. അടക്ക് മോനോസ് മാത്രല്ല ലിച്ചൂസ് ചെയ്തിക്ക്. ലിച്ചൂസ് ആണ് ലിപ്സ്റ്റിക് ഇത്ര കൊളാക്കി വെച്ചത്. ലിച്ചൂസ് ആദ്യം ചോപ്പിട്ട് പിന്നെ മോനോസ് റോസ് ഇട്ട് അടിപൊളിയായിട്ടില്ലേ? മോനോസ് ഇല്ല ആദ്യം പെർഫെക്റ്റ് ആയിട്ട് ഇടാൻ നോക്കിയാട്ടോ. നോക്കി നോക്കി എന്തായാലും ഈ വിധത്തിലായി. അതിന് ബ്ലൈൻഡ് അല്ലേ? അല്ല മതി. ഇനിയിപ്പോ അടുത്ത മേക്കപ്പ് ഇവിടെ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ, എൻ്റെ മേക്കപ്പ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നമ്മുടെ വീഡിയോക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് കമൻ്റ് ആണോ തോന്നുന്നത് അത് കമൻറ്റ് ചെയ്യുക, തെറി വിളിക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവിടെയുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. എന്നാലേ നമ്മുടെ വീഡിയോസിനുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും.